ചലച്ചിത്രമേളയിൽ സിനിമാ വിലക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തുടരുകയാണ്. മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടും അനുമതി ലഭിക്കുന്നില്ല എന്ന നിസ്സഹായാവസ്ഥയാണ് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളിൽ ഉള്ളത്. നിലവിൽ 5 ചിത്രങ്ങൾ കൂടി പ്രദർശനാനുമതി ലഭിച്ചുവെന്നും പ്രതിസന്ധി മറികടക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചലച്ചിത്ര അക്കാദമി. സജി ചെറിയാന്റെ പ്രതികരണം. 29 എഡിഷൻ ഇല്ലാത്ത ഒരു പ്രശ്നമാണ് 30 എഡിഷൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വളരെ ബോധപൂർവമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ചലച്ചിത്രമേള അത്തരം ഒരു ഘട്ടത്തിൽ ലോകപ്രസിദ്ധമായ ക്ലാസിക്കൽ സിനിമകളൊക്കെ വെട്ടി ഒതുക്കുക, ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? പ്രഥമ ദൃഷ്ടിയ തന്നെ ആദ്യം തന്നെ കൊടുത്തപ്പോൾ തന്നെ ഇത് തള്ളിക്കളയുകയാണ്. അപ്പോൾ അത് ബോധപൂർവമാണ്. രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഇതെല്ലാം. ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. വിഷയം ആഴത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. എന്നോടൊപ്പം രാഹുൽ ജി നാഥ് ചേരുന്നു. രാഹുൽ, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുകൂടി ഇങ്ങനെയുള്ള നിലപാട് എന്തുകൊണ്ട്? പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്ന ഈ സംവിധാനത്തെയൊക്കെ സിസ്റ്റത്തെ എന്ന ആരോപണങ്ങൾ കൂടുതൽ അടിവരയിടുന്ന തരത്തിലേക്കാണ്. ഇത്ര പ്രധാനപ്പെട്ട ചിത്രങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു. പിന്നീട് എന്താണ്, ബീഫ് പോലെയുള്ള ചിത്രങ്ങൾ പേര് കേൾക്കുമ്പോഴേ വെട്ടുകയാണ്. അതിനുശേഷം പിന്നീട് അതിൻ്റെ കഥാതന്തു എന്താണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും അതിന് അനുമതി കൊടുക്കുമ്പോൾ ഇവിടെയൊക്കെയോ ഒരു സംതിങ് സ്മെൽ ചെയ്യുന്നു. പറയാതിരിക്കാൻ നിവർത്തിയില്ല. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം വല്ലാത്ത നിസ്സഹായാവസ്ഥയാണ് മന്ത്രിയുടെ വാക്കുകളുള്ളത്. ഇനിയൊരു മേള നടത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് മന്ത്രി മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. ഒപ്പം അടിസ്ഥാനപരമായി ആളുകൾ എന്തിനാണ് വരുന്നത് സിനിമ കാണാൻ? അത് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ബുക്ക് ചെയ്യുന്നതാണ്, അതിനുശേഷം സിനിമയ്ക്കും പ്രത്യേക ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ കാത്തിരുന്ന് കിട്ടാക്കനിയായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്തെടുത്താണ് ഈ ആളുകൾ പോകുന്നത്. തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഇല്ല എന്നറിയുന്നു. ആ നിസ്സഹായാവസ്ഥ എല്ലാവരുടെയും മുഖത്തുണ്ട്. പ്രതിഷേധമുണ്ട്. പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധം വേദിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സിനിമകൾക്ക് അവർ പറയുന്ന ന്യായം എന്താണ്? ഒരു സിനിമകൾക്കും ഈ ആദ്യഘട്ടത്തിൽ വിലക്കേർപ്പെടുത്തിയ 19 സിനിമകൾക്കും എന്താണ് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് അക്കാദമി പറയുന്നത്. കാരണം അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ 5 സിനിമകൾക്ക് വീണ്ടും അനുമതി ലഭിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രക്രിയ ഇങ്ങനെയാണ്. ചില വാക്കുകളെയാണ് ഫോക്കസ് ചെയ്യുക. ആ വാക്കുകൾ ട്രിഗറിങ് ആണെങ്കിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിക്കും. ഒരു വരിയാണെങ്കിൽ ആ വരി കുറച്ചുകൂടി വിശദമായൊരു ആ സിനിമയുടെ പ്രമേയത്തെ പറ്റി അയച്ചു തരാനായി INB പറയുകയും അക്കാദമി അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുറച്ച് സിനിമകൾ പറഞ്ഞു അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അയച്ചു കൊടുത്ത ശേഷം പിന്നീട് അക്കാദമി മെയിലുകൾ അയക്കുന്നുണ്ട് ആ സിനിമയ്ക്ക് അനുമതി ലഭിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അനുമതി കമ്മ്യൂണിക്കേഷൻ ഈ സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഈ വൈകിയ വേളയിലും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉടലെടുത്തത്. അവിടെ ഈ പറയുന്നത് നമുക്കറിയാം, ഇത് പുതിയ കാര്യമല്ല. ജാനകി വേഴ്സസ് സ്റ്റേറ്റ്സ് ഓഫ് കേരള, ഹാൽ സിനിമ. അപ്പോൾ ഇതിനൊക്കെ കത്രിക വെക്കുമ്പോഴൊക്കെ വ്യക്തമായൊരു ന്യായീകരണം നൽകാൻ ഈ സെൻസർ ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഓരോ സിനിമകൾക്കും അതിൻ്റെ മൂല്യമായിട്ടുള്ള വസ്തുതകളുണ്ട്. ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ ആ സിനിമകൾ തീർച്ചയായും നീക്കം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ ഒന്നും ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു മറുപടിയോ നൽകാതെ എടുക്കുമ്പോൾ തികഞ്ഞ രാഷ്ട്രീയമാണോ കളിക്കുന്നത്? അങ്ങനെ തന്നെ കരുതണം. കാരണം ഈ പുതിയ സിനിമകളെ പറ്റി പറഞ്ഞാൽ അതാരും കണ്ടിട്ടില്ലാത്ത സിനിമയാണ്. അപ്പോൾ ഇനി ഈ അവർ ഉന്നയിക്കുന്ന വിഷയം അവർക്ക് അവരുടേതായ ഭാഗം ഉന്നയിക്കാൻ കഴിയും. കാരണം പുറത്തു വരാത്ത സിനിമയാണ്. ഇതങ്ങനെയല്ലോ. ഈ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ എന്ന സിനിമ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കാണുന്നതാണ്. പല മേളകളിൽ വന്നതാണ്. അങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഈ ഉള്ളത്. അതിനെയെല്ലാം എന്ത് കാരണം പറഞ്ഞാണ് ഇവർ ഈ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയമാണ്, അത് ചെറുക്കുമെന്ന് പറയാൻ ഉള്ള തരത്തിലേക്ക് സംവിധായകൻ കമലും സന്തോഷ് കീഴാറ്റൂരും അങ്ങനെ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ രാഷ്ട്രീയമായി നേരിടും എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ സിനിമയ്ക്കൊക്കെ കാണുന്ന ഈ രാഷ്ട്രീയം അത് വല്ലാത്തൊരു ഗതികേടിന്റെ സ്വരമാണ്. തീർച്ചയായും അവിടെ എതിർപ്പുകൾ ഉയരണം ഈ നിലപാടിന്.